നിങ്ങൾക്കറിയാം, എൻ്റെ കൈ കണ്ടല്ലോ, ഒരു വിരലില്ല. ഈ എഴുതാൻ പറ്റാത്ത കൈയാണ്. നിങ്ങളെ കാണാൻ വേണ്ടി 3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. ഞങ്ങള് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അവർ വന്നപ്പോൾ ഞാൻ 1 മിനിറ്റ് മൗനം. എന്താണ് ഇവരോട് പറയേണ്ടത്? പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് തോന്നിയത് അവരുടെ നല്ല മനസ്സിനെയാണ്. നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ചർച്ചിൽ പോകുന്നത് എന്ന ചോദ്യം, എൻ്റെ അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെക്കാം. നിങ്ങൾക്കറിയാം, എൻ്റെ കൈ കണ്ടല്ലോ, ഒരു വിരലില്ല. ഈ എഴുതാൻ പറ്റാത്ത കൈയാണ്. നിങ്ങളെ വന്നാൽ ക്ഷയിക്കേണ്ടത്. ഇത്തരമൊരു അവസ്ഥയിലാക്കിയത് 99 ഓണക്കാലത്ത് വീട്ടിൽ കയറി നടത്തിയിട്ടുള്ള ഒരു വധശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അത് കഴിഞ്ഞ് 3 മാസം ഇവിടെ എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ കൂടെയുള്ള സഖാക്കൾ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? കന്യാസ്ത്രീകൾ. ഞാൻ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അങ്ങനെ മനസ്സിലായില്ലോ. ഞാൻ ഭൗതികവാദിയായ യാതൊരു സംശയവുമില്ല. അപ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പൊ എനിക്ക് മുൻപരിക്കൊന്നുമില്ല ഈ കന്യാസ്ത്രീകൾ. അതിന് തൊട്ടപ്പുറത്താണ് ബിഷപ്പ് ഹൗസ്. അവർ വന്നപ്പോ ഞാൻ 1 മിനിറ്റ് മൗനം. എന്താണ് ഇവരോട് പറയേണ്ടത്? കാരണം ഞാനിവിടെ അലോപ്പതി ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നല്ലേ അവരോട് പറയേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് തോന്നിയത് അവരുടെ നല്ല മനസ്സിനെയാണ് ആദരിക്കേണ്ടത് എന്നതാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രകടനമാണല്ലോ വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടല്ല. പക്ഷെ അവരുടെ നന്മയുടെ മനസ്സ്, അതാണല്ലോ അവരുടെ വാക്കുകളിലൂടെ വന്നത്. വേറൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ ഉമ്മർക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആശംസകൾ അറിയിച്ചു. അവർ പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേണം വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര വേഗം ഉമ്മർക്ക് പോയിട്ട് തിരിച്ചെത്തിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു. എടാ, നബി തിരുമേനി അടക്കം പ്രാർത്ഥിച്ച മെക്കയിലെ പള്ളിയിൽ ഉംറയുടെ ഭാഗമായിട്ട് എനിക്ക് കൂടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്ന വികാരം എന്താ? അപ്പോ ആ മനസ്സിനെ ആദരിക്കുക. മനുഷ്യരാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ തന്നെ ദൈവമായി മാറുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്, അല്ലേ? അപ്പോ മനുഷ്യർക്കിടയിലുള്ള നന്മയുടെ അംശങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു റിസീറ്റ് അയച്ചു തന്നവരാണ്. ഏറ്റുമാനൂരപ്പന് എൻ്റെ നക്ഷത്രം വെച്ചുകൊണ്ട് സമർപ്പണം. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്കിടയിലുള്ള വിശ്വാസത്തെ നമ്മൾ ആ തരത്തിലാണ് കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും വിശ്വാസികളെ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളോടുകൂടി ഏകദേശം നിങ്ങളുടെ മനസ്സിൽ പലർക്കും ഉണ്ടായിട്ടുള്ള സംശയങ്ങൾക്ക് ഒരു അറുതി വന്നിട്ടുണ്ടാവും എന്നല്ലെങ്കിൽ എൻ്റെ പ്രതികരണം അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതോടുകൂടി എല്ലാം പൂർത്തിയാവുന്നില്ല. ചർച്ചകൾ തുടരണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.